വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MICUവിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് വിവരം. ഇദ്ദേഹം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ UT ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത്. രാവിലെ 11 മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിലെത്തിച്ചു. ഇതിനിടയിലാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 11:25ഓടെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ തന്നെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്തുൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും നടത്തിയത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചു എന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. അതേസമയം നോക്കി നിൽക്കെ തകർന്നടിഞ്ഞു പോയ ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുറഹീം. അഫാന് നിയമം വിധിക്കുന്ന ഏത് ശിക്ഷയും ലഭിക്കണമെന്നാണ് അബ്ദുറഹീം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഭാര്യ ഷെമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഏറെ വികാരഭരിതനായാണ് അന്ന് അഫാന്റെ അച്ഛൻ പ്രതികരിച്ചത്. വീട് തുറന്നു കിട്ടാത്തതിനാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യ അപ്പോൾ താമസിപ്പിച്ചത്. ഇനിയും 1 വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരും. എന്നാൽ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലുമാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടായെന്നും അറിയില്ല എന്നും പിതാവ് വ്യക്തമാക്കിയിരുന്നു. എനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വീടും സ്ഥലവും വിറ്റ് തീർക്കാമെന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധികളും ബാധ്യതകളും ഉണ്ടായത്. അവസാനത്തെ 2.5 മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അഫാൻ എന്റെ മകനാണ്. പക്ഷേ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ നാട്ടിലെ നിയമം അനുസരിച്ച് അവന് കിട്ടണം എന്ന് തന്നെയാണ് പിതാവ് ആവശ്യപ്പെട്ടത്. ജനിച്ചു പോയാൽ മരിക്കുന്നത് വരെ ജീവിക്കണം. മുന്നോട്ട് പോയേ പറ്റൂ. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഭാര്യയുടെ അസുഖം ഭേദമാക്കണം. ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരുമെന്നും അദ്ദേഹം അന്ന് ഇടറി സംസാരിച്ചിരുന്നു. കേരള മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ടാണ് ഫെബ്രുവരിയിൽ അഫാൻ 5 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.